السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. اللهم صل وسلم على رسولك سيدنا മുഹമ്മദ് وعلى آل سيدنا മുഹമ്മദ്. പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളെ, നമ്മുടെ പഠനം ഇന്നത്തെ 4-ാമത്തെ ദിവസം അൽഹംദുലില്ലാഹ് നമ്മുടെ ദർസ് നടക്കുകയാണ്. അല്ലാഹു തആല നമ്മിൽ നിന്ന് ഖബൂലാക്കുമാറാവട്ടെ. നമ്മളെത്തിയ സ്ഥലം നമുക്കറിയാം. ഇദാ സുഇൽത, ഇനി അടുത്ത ഭാഗം. നിന്നോട് ചോദിക്കപ്പെട്ടാൽ അൽ ഈമാനു കം ഔജുഹ്, വിശ്വാസം എത്ര വകുപ്പുകളായിട്ടാണ്, വിശ്വാസം എത്ര ഐറ്റംസ് വിശ്വാസമുണ്ട്. ഈമാൻ എന്ന് പറയുന്ന വിഷയമുണ്ടല്ലോ, അത് എത്ര വിഭാഗം, എത്ര സൈസ് ഉണ്ട് എന്ന് ചോദിച്ചാൽ കുൽത്താനി പറഞ്ഞോ അലാ ഖംസത്തി ഔജുഹിൻ, അത് 5 വകുപ്പാണ്. 5 വകുപ്പായിട്ട് നിൽക്കും. ഒന്ന് ഈമാനുൻ മത്ബൂൻ എന്നാൽ ഉറപ്പിക്കപ്പെട്ട, അതായത് പ്രകൃതിപരമായ ഈമാൻ. ത്വബ എന്ന് പറഞ്ഞാൽ പ്രകൃതിയാണല്ലോ, പ്രകൃതിയാക്കപ്പെട്ട ഈമാൻ. ഈമാനും മത്ബൂ, അത് അവരുടെ പ്രകൃതിയാണ്, അങ്ങനത്തെ ഈമാൻ. ആ ഈമാൻ ആർക്കുള്ളത്? ബഹു ഈമാനുൽ മലായിക്ക, അത് മലക്കളെ വിശ്വാസമാണ്. മലക്കളെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് മലക്കൾ വിശ്വാസികളാകുക എന്നുള്ളത് പ്രകൃതിപരമായിട്ടാണ്. ഒരു പിന്നെന്താവില്ല, വിശ്വാസികളല്ലാതെ അവരിലുണ്ടാവില്ല, എല്ലാവരും വിശ്വാസികളാണ്. രണ്ടാമത്തെ ഈമാൻ ഈമാനുൻ മഅസൂമുൻ, കാക്കപ്പെട്ട ഈമാൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഈമാൻ എന്താവില്ല, തെറ്റിപ്പോവില്ല, മറ്റൊന്നിലേക്ക് അവർ വ്യതിചലിച്ച് പോകുന്നൊരു വിഷയം ഉണ്ടാവില്ല. അവർക്ക് അത് വ്യതിചലനത്തിൽ നിന്ന് കാക്കപ്പെട്ടിട്ടുണ്ട്. ആ ഈമാൻ പേക്കൂല. അതാര ഈമാനാണ്? ഈമാനുൽ അംബിയാ, അത് പ്രവാചകന്മാരുടെ ഈമാനാണ്, അംബിയാക്കളെ ഈമാനാണ്. ഈമാനുൻ മഖ്ബൂലുൻ, മറ്റൊന്ന് സ്വീകരിക്കപ്പെടുന്ന ഈമാൻ എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസമുണ്ട്, അവരാ വിശ്വാസം അല്ലാഹ് സ്വീകരിക്കുകയും ചെയ്യും. അങ്ങനത്തെ ഈമാൻ അതേതാണ്? ഓഹോ ഈമാനുൽ മുഅ്മിനീൻ, വിശ്വാസികളായ മനുഷ്യന്മാരിൽപ്പെട്ട ഈ വിശ്വാസികളായ, അതുപോലെ ജിന്നുകളിൽപ്പെട്ട വിശ്വാസികളുടെ ഈമാൻ. ഈ 2 കൂട്ടരിലുള്ള വിശ്വാസികളായിട്ടുള്ള ആളുടെ ഈമാൻ അല്ലാഹ് സ്വീകരിക്കും. നമ്മളൊക്കെ അതിലാണ്, സുന്നത്തി ജമാഅത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ ഈമാൻ. ഇനി അടുത്ത 4-ാമത്തെ ഈമാൻ ഈമാനുൻ മൗഖൂഫുൻ, അവിടെ അത് അവർക്ക് വിശ്വാസമുണ്ട്, പക്ഷെ ആ വിശ്വാസം മൗഖൂഫാണ്, അവിടെ സ്റ്റോപ്പ് ചെയ്യപ്പെടും. അതായത് അത് അങ്ങോട്ട് അല്ലാഹ് അങ്ങോട്ട് സ്വീകരിച്ച് കൊണ്ടുപോകില്ല, അവിടെ നിർത്തും. എന്നാൽ തള്ളൂല്ല, അവിടെ നിൽക്കുകയാണ്. ഇനി എന്താവണം? അവർക്ക് ചില പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നം തീർന്നാൽ, അതിൽ നിന്ന് അവർ പിന്മാറിയാൽ അത് അങ്ങോട്ട് സ്വീകരിക്കും, അല്ലെങ്കിൽ തള്ളൂ. അതാര ഈമാനാണ്? ഈമാനുൽ മുബ്തദീൻ, അത് പുത്തനാശയക്കാരുടെ ഈമാനാണ്. മുജാഹിദ് ജമാഅത്ത് പോലെയുള്ള ഇന്നത്തെ കാലത്തുള്ള പുത്തനാശയക്കാർ, പഴയ കാലത്തുള്ള ഓരോ കാലത്തോരോ പുത്തനാശയക്കാരുണ്ടാവും, അവരുടെ ഈമാൻ. ഇനി ഈമാനുൻ മർദൂദ്, 5-ാമത്തെ ഈമാൻ തള്ളപ്പെടുന്ന ഈമാൻ, ഒരിക്കലും അത് സ്വീകരിക്കൂല, അതാണ്ട് അതിനൊരു പെർമിഷനും ഇല്ല. അതാര ഈമാനാണ്? ഈമാനുൽ മുനാഫിഖീൻ, കപട വിശ്വാസികളുടെ ഈമാൻ. ഒൽക്കുണ്ടാവില്ല, പുറത്തൊരു വിശ്വാസം ഇങ്ങനെ പറഞ്ഞു നടക്കൂലേ, ഉള്ളിലില്ലാത്ത ആ വിശ്വാസം. ഇപ്പം ഇങ്ങനെ 5 നിലക്കാണ് ഈമാൻ ഉള്ളത്. അതിൽ നമ്മൾക്ക് ഇപ്പം ഇതിൽ പഠനം, നമ്മൾ ഈ പറഞ്ഞ 3-ാമത്തെ ഈമാൻ നമുക്ക് ഉണ്ടാവണം, മഖ്ബൂലിയായ ഈമാൻ. അല്ലാഹു തആല നമ്മുടെ ഈമാൻ സ്വീകരിക്കുമാറാവട്ടെ. ഈമാൻ അല്ലാഹു നമുക്ക് സലാമത്താക്കി തരുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, അത് വലിയൊരു വിഷയമാണ്. ഇനി അടുത്തത് ഇദാ സുഇൽത, നിങ്ങളോട് ചോദിക്കപ്പെട്ടാൽ. ഒരു ചോദ്യം ശരിക്കും മനസ്സിലാക്കണം. എന്താ ചോദ്യം എന്ന് പറയുക? ഈമാനുൽ മുഖല്ലിദ്, മുഖല്ലിദിൻ്റെ ഈമാൻ. മുഖല്ലിദ് പറഞ്ഞാൽ ആരാണ്? മുഖല്ലിദ് എന്ന് പറഞ്ഞാൽ ആരാന്ന് അവിടെ പറഞ്ഞുതരാം. അതായത് ഒരാളെ സ്വീകരിച്ച ആളെന്നാ, മറ്റൊരാളെ പിൻപറ്റിയ ആളെന്നാ മുഖല്ലിദ് പറഞ്ഞാൽ. ഇവിടെ ഉദ്ദേശിക്കുന്നത് ആരാണ്? അതാ വഹുവല്ലദി യഖ്ബലു ഖൗലൽ ഗൈരി, മറ്റൊരാളുടെ വാക്ക് സ്വീകരിക്കുക, ബിലാ ദലീൽ, ഒരു തെളിവും ഇല്ലാതെ. വേറൊരാളൊരു കാര്യം പറഞ്ഞു, അതിന് തെളിവൊന്നും പറഞ്ഞില്ല, ആ തെളിവ് നമ്മൾ പഠിക്കുക, അത് ഒരാൾ പറഞ്ഞതാണ് അംഗീകരിക്കുക, മറ്റൊരാൾ പറഞ്ഞത് അത് അപ്പടിയാണ് സ്വീകരിക്കുക. അതിന് പ്രത്യേക തെളിവോ കാര്യമോ ഒന്നും നമ്മളെന്തായാലും അന്വേഷിക്കുകയോ പിടിക്കുകയോ കണ്ടുപിടിക്കുകയോ ഒന്നും ചെയ്തില്ല. തെളിവൊന്നുമില്ലാതെ ഒരാൾ പറഞ്ഞത് സ്വീകരിച്ച്.
അങ്ങനെ അള്ള ഉണ്ട് എന്നൊരാളോട് പറഞ്ഞു, നമ്മളത് സ്വീകരിച്ചു. പണ്ഡിതന്മാരായ ആളുകൾ പറയുന്നു, നമ്മൾ സ്വീകരിക്കുന്നു. പിന്നെ നമ്മളതിൽ ഖുർആനോ ഹദീസോ തെളിവോ അതിൻ്റെ ഉള്ള കാര്യങ്ങളൊന്നും നമ്മൾ ലക്ഷ്യം പിടിക്കുകയൊന്നും ചെയ്യാതെ ഉള്ള ആൾ. അപ്പം അങ്ങനത്തെ ഈ ആളുടെ വിശ്വാസം, ആ വിശ്വാസത്തെക്കുറിച്ച് ചോദ്യം, അയൊത്തബറു അംല, അത് പരിഗണിക്കപ്പെടുമോ ഇല്ലയോ, ആ വിശ്വാസം പരിഗണിക്കുമോ ഇല്ലേ എന്ന് ചോദിച്ചാൽ കുൽത്താനി പറയണം, യൊത്തബറു, അത് പരിഗണിക്കപ്പെടും. ആ ഈമാനിന് പരിഗണന ഉണ്ട്. അങ്ങനെ ഒരാൾ വിശ്വസിച്ചെന്ന് വേറെ ഒന്നിലേക്കോ തിരിഞ്ഞില്ല, അവൻ തെളിവ് പഠിക്കാനോ മറ്റോ മറിച്ചോ ചിന്തിക്കാനോ ഒന്നും പോയില്ല, അത് പരിഗണിക്കും. പക്ഷെ വേറെ പ്രശ്നമുണ്ട്, ലായക്കുന്നഹു, എങ്കിലും അവൻ യക്കൂനു, അവനാകും ആസിയ, കുറ്റക്കാരനാകും, ബിത്തർക്കിൽ ഇസ്തിദ്ലാൽ, തെളിവ് തേടലിനെ ഉപേക്ഷിക്കലുകൊണ്ട്. തെളിവ് തേടലോ കൽപ്പിച്ചു കൂട്ടി തെളിവ് പഠിക്കാൻ പോകാതെന്ന് ഓൻ തെളിവ് പഠിക്കാനോ അതിനെപ്പറ്റി ചിന്തിക്കാനോ, എന്താ തെളിവ് അല്ല ഉണ്ട് എന്നുള്ള എന്താ തെളിവ്, അതുപോലെ പ്രവാചകന്മാരുടെ ഇതൊക്കെ ഉള്ളൊരു തെളിവുകളുണ്ടല്ലോ, ബുദ്ധിപരമായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റിയ തെളിവ് ഒന്നും ഓൻ പോയിട്ടില്ലെങ്കിൽ ആ തെളിവ് തേടൽ ഉപേക്ഷിക്കൽ കൊണ്ട് ഓൻ കുറ്റക്കാരനാകും. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം, ഒക്കെ പഠിക്കണം, മനസ്സിലാക്കണം. അതാണ് ഖുർആനെ ഹദീസൊക്കെ വെച്ച് കാര്യങ്ങൾ ഒക്കെ മനസ്സിലാക്കിയിട്ട് ഈമാൻ ഉറപ്പിക്കണം. അതാണ്. അപ്പോൾ ഉദാഹരണം പറയാം, നമ്മളിങ്ങനെ പോകുമ്പോൾ ഒരാൾ പറയുകയാണ് അവിടെ ഒരു മടയ്ക്ക് പാമ്പ് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ഉദാഹരണം പറയാം, ഒരു പൊത്തുക്ക് പാമ്പ് പോയിട്ടുണ്ട്, എന്നാൽ നമ്മളെന്ത് ചെയ്യണം, അതിനുള്ള തെളിവൊക്കെ അവിടെ എന്ത് ചെയ്യണം, അന്വേഷിക്കണം. അതവൻ പറഞ്ഞാൽ അങ്ങനെ അംഗീകരിച്ച് വെക്കരുത്, ചിലപ്പോൾ അവൻ വെറുതെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ പറയുന്ന ആളെക്കുറിച്ചൊന്ന് ചിന്തിക്കണം, പറഞ്ഞ ആളെങ്ങനെയാണ് എന്നുള്ളത് ചിന്തിക്കണം. അതേപോലെ അതിൻ്റെ തെളിവൊക്കെ ഒന്ന് പറഞ്ഞു തരാൻ പറയണം. അങ്ങനെ പോയി എന്നൊക്കെ ഉള്ള ഉദാഹരണം പറയാം. ഇങ്ങോട്ട് നമ്മൾ ഉറപ്പിച്ച് വെച്ചാൽ പിന്നെ എന്തായി, നമ്മൾ പെടൂല. അപ്പം എന്നപോലെ ഒരു ഇതിലൊക്കെ ഉള്ള കാര്യങ്ങളിലൊക്കെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം കാര്യങ്ങൾ എന്ന് വിചാരിച്ചിട്ട് ചിന്തിച്ച് ബുദ്ധി മറിഞ്ഞു പോണ രൂപത്തിലോ അല്ലെങ്കിൽ വിശ്വാസം തെറ്റിപ്പോകുന്ന രൂപത്തിലേക്കോ പോവുകയും ചെയ്യരുത്, ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ്. ഇനി ഇതാ സുയിൽത്ത, അടുത്തത് നിങ്ങളോട് ചോദിക്കപ്പെട്ടാൽ ഒരു ചോദ്യം. എന്താ ചോദ്യം? ഇതാ ആമന ഷഖ്സുൻ, ഒരു വ്യക്തി വിശ്വസിച്ച്. എപ്പോഴാണ് വിശ്വസിക്കുന്നത്? ഹാല ബേസിൻ, ശിക്ഷ അങ്ങോട്ട് കാണുമ്പം, ശിക്ഷ അങ്ങോട്ട് കണ്ടപ്പം അപ്പം വിശ്വസിച്ച്. അതായത് ആഖിറത്തിലാണല്ലോ ഇപ്പോൾ. അതാ ഹാലു മുഷാഹദത്തി അദാബിൽ ആഖിറ, ആഖിറത്തിലെ ശിക്ഷ കാണുന്ന സന്ദർഭം, അതിനാണ് ഹാല ബേസ് പറയാം. ആ സമയത്ത് ഒരാൾ അവിടുന്ന് വിശ്വസിച്ചാൽ പറയാം, അവിടുന്ന് വിശ്വാസം ഉപകരിക്കുമോ അല്ലേ, അതപ്പോൾ ചോദ്യം. അയക്കൂനു മക്ബൂലൻ നംല, ആ വിശ്വാസം സ്വീകരിക്കപ്പെടുമോ ഇല്ലയോ. അള്ളാഹുവിൻ്റെ ശിക്ഷ വരികയാണ്, അല്ലെങ്കിൽ ഇനി ഇവിടെ തന്നെ അള്ളാഹു വലിയൊരു ശിക്ഷ അങ്ങോട്ട് ഇറക്കുകയാണ്, ശിക്ഷ ഇറക്കി. ആ ഇറക്കണ സമയത്ത് ആ ഇറക്കിയപ്പം വിശ്വസിച്ചാൽ വിശ്വാസം അവിടെ സ്വീകരിക്കുമോ? ഇതാണ് ആഖിറത്തിലെ ശിക്ഷ എന്നാണ് ഉദ്ദേശിക്കുന്നതാണ്. അള്ളാഹു തആല നശിപ്പിക്കാൻ വേണ്ടി ഇറക്കണ ശിക്ഷ ഉണ്ടാവും, അതുപോലെ ആഖിറത്തിലെത്തിയിട്ട് കാണുന്ന ശിക്ഷയൊക്കെ ഉണ്ടാവും. ഏതായാലും അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ പരീക്ഷണ ഘട്ടങ്ങൾ വരുമ്പോൾ ഇവർ പറഞ്ഞു കേൾക്കാവുന്നപ്പോൾ എന്തായി, തീരേതായപ്പോൾ അള്ള ആ പരീക്ഷണം വരുമ്പോൾ ഒരാൾ വിശ്വസിച്ചു. അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് സ്വീകരിക്കുമോ ഇല്ലയോ? ഉൽത്താനിങ്ങൾ പറഞ്ഞോളൂ, ലായക്കോനു മക്ബൂല, അത് സ്വീകരിക്കപ്പെടൂല. കാരണം എന്താണ്? ലിഫഖദിൽ ഇംതിസാൽ, അവിടെ വൈപ്പെടുക എന്നുള്ള അള്ളാഹിൻ്റെ കൽപ്പനയ്ക്ക് വൈപ്പെട്ടതല്ല, അവിടെ ശിക്ഷ കണ്ടപ്പം വിശ്വസിച്ചതാണ്. ശിക്ഷ കണ്ടപ്പം വിശ്വസിക്കുകയാണ്, അള്ള പറഞ്ഞിട്ട് വിശ്വസിക്കല്ല, അതുകൊണ്ട് സ്വീകരിക്കപ്പെടൂല. എന്താ തെളിവ്? അത് ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. ഖൗലി തആല, അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു പറയുന്നുണ്ട്. എന്താ? അള്ളാഹിൻ്റെ വാക്ക് പോലെയാണ് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. എന്താ വാക്ക് നോക്കുക. ഫലമ്മാ റഅൗ ബഅസനാ ഖാലൂ ആമന്നാ ബില്ലാഹി വഹ്ദഹു വകഫർനാ ബിമാ കുന്നാ ബിഹി മുശ്രിക്കീൻ. അള്ളാഹ് പറയാണ്, ഫലമ്മാ റഅൗ ബഅസനാ, നമ്മുടെ ശിക്ഷ അവർ കാണുമ്പോൾ, ഖാലു, അവർ പറയും, ആമന്നാ ബില്ലാഹി വഹദ, നമ്മൾ അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കും, അള്ളാഹിനെ കൊണ്ട് മാത്രം വിശ്വസിച്ചു. കഫർനാ ബിമാ കുന്നാ ബിഹി മുശ്രിക്കീൻ, ഞങ്ങൾ പങ്കു ചേർത്തിരുന്ന ബഹുദൈവമായിട്ട് ഞങ്ങൾ കൊണ്ടു നടന്നിരുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നിഷേധിച്ചിരിക്കുന്നു, അതൊക്കെ ഞങ്ങൾ ഒഴിവാക്കി വിശ്വസിച്ചു എന്ന് പറയും അവർ. പക്ഷെ അള്ളാഹ് പറയാണ്, വലം യകു യൻഫഉഹും ഈമാനുഹും, അവരുടെ വിശ്വാസം അവർക്ക് ഉപകരിക്കൂല. ലമ്മാ റഅൗ ബഅസന, നമ്മളെ ശിക്ഷ കണ്ട് കാണുമ്പോൾ അവർ വിശ്വസിച്ചാൽ ആ വിശ്വാസം സ്വീകരിക്കപ്പെടൂല, അത് ഉപകരിക്കൂല എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. ഗാഫിർ സൂറത്തിൽ 84-85 ആയത്ത് കാണാൻ കഴിയും. അതാണ് ഇൻഷാ അല്ലാഹ്.